കാമുകനു വേണ്ടി കാമുകിമാർ പലതും ചെയ്തു കളയും. നമ്മുടെ നാട്ടിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള കാമുകിമാരുണ്ട്. ഒന്ന്, കാമുകനെ ഉപേക്ഷിക്കും, കാമുകൻ പള്ളയ്ക്ക് കത്തികയറ്റും. പ്രണയ നൈരാശ്യം, പ്രണയപ്പക, പ്രണയച്ചതി. ഇവിടെ മക്കളും ഭർത്താവുമൊക്കെയുള്ള കുടുംബിനികൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരെ പ്രണയിക്കും, എന്നിട്ട് കാമുകനു വേണ്ടി എന്തും ചെയ്യും. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ നടന്ന സൗരഭ് കൊലക്കേസൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം. കേരളത്തിലും അങ്ങനെ ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മുണ്ടൂരിൽ സന്ധ്യ എന്ന 45 വയസ്സുകാരി 27 വയസ്സുള്ള അവരുടെ കാമുകൻ നിതിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി സ്വന്തം അമ്മയെ കഴുത്തുഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തി. ഇനി ആ സംഭവം എന്താണെന്ന് നോക്കാം. ഈ നിതിൻ ഈ സന്ധ്യയുടെ അയൽവാസിയാണ്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം തങ്കമണി എന്ന 70കാരി ശനിയാഴ്ച കൊല്ലപ്പെട്ടു. എന്തിനാണ് കൊന്നത് എന്ന് ചോദിച്ചാൽ, സ്വർണ്ണാഭരണങ്ങളുണ്ട്, കാതിലും കഴുത്തിലുമൊക്കെ ഇത്തിരി സ്വർണം ഈ അമ്മ ധരിച്ചിരുന്നു, തങ്കമണി. സന്ധ്യയ്ക്ക് ഭർത്താവും കുട്ടിയും ഉണ്ടെങ്കിലും ഒരിഷ്ടം അയൽപക്കക്കാരനായ നിതിനോടാണ്. ആ ഇഷ്ടം ഇത്തിരി കൂടിപ്പോയി. എന്തും ചെയ്യാൻ മടിക്കാതെയായി പോയി ആ കാമവും കമിതാക്കളുടെ ഇഷ്ടങ്ങളും. അങ്ങനെ നിതിന് കുറച്ച് പണത്തിൻ്റെ ആവശ്യം, പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. ഇത് കാമുകിയായ സന്ധ്യയോട് നിതിൻ വെട്ടിത്തുറഞ്ഞു പറഞ്ഞു, പ്രിയപ്പെട്ട സന്ധ്യയെ, നീ എന്നെ തുണച്ചില്ലെങ്കിൽ ഞാൻ ആകെ പെട്ടുപോകും. കുറച്ചെന്തെങ്കിലും സ്വർണമെങ്കിലും പണയം വെക്കാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അപ്പോഴാണ് സന്ധ്യയും നിതിനും കൂടി പ്ലാൻ ചെയ്യുന്നത്, അമ്മയുടെ കഴുത്തിൽ ഒരു മാലയും വളയും കമ്മലും ഒക്കെ ഉണ്ടല്ലോ, നമുക്കതങ്ങ് തട്ടിയെടുത്താലോ. അങ്ങനെ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി സന്ധ്യ ചെയ്ത ഉപായമാണ് അമ്മയെ കൊലപ്പെടുത്തുക എന്നത്. എന്നിട്ട് ഇതെങ്ങനെയാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്? സന്ധ്യ എന്തു ചെയ്തു? അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം സമീപത്തെ പറമ്പിൽ ഈ ബോഡി കൊണ്ട് ഇട്ടു. എന്നിട്ട് നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് പിറ്റേ ദിവസം രാവിലെ ഈ നിതിൻ എന്ന കാമുകൻ തന്നെ പോലീസിനെ വിളിച്ചു പറഞ്ഞു, ഇതാ പറമ്പിൽ ഒരു ബോഡി കിടക്കുന്നു, അയൽക്കാരിയായ ഈ തങ്കമണിയുടെ ബോഡിയാണെന്നാണ് തോന്നുന്നത് സാർ എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് വരുന്നതിന് മുമ്പേ തന്നെ ഈ നിതിനെ കെട്ടുകെട്ടി ശബരിമലയ്ക്കും പോയി. ഈ ശബരിമലയുടെ കാര്യം അറിയാലോ, അവിടെ ചെന്ന് അയ്യപ്പ ഭഗവാന്റെ അടുത്ത് ഉടായിപ്പൊന്നും നടക്കില്ല. വിജയ് മല്യ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കൊണ്ട് അവിടെ കൊടുത്തു. വിജയ് മല്യയുടെ ഗതി എന്തായി? വിജയ് മല്യയുടെ കള്ളപ്പണവും കള്ളസ്വർണവും ഒന്നും എനിക്ക് വേണ്ടടോ എന്നായി അയ്യപ്പൻ. വിജയ് മല്യയ്ക്ക് രാജ്യം വരെ വിട്ടുപോകേണ്ടി വന്നു. ഓടിയെടുത്ത് പുല്ല് പോലും കുരുക്കില്ല. എന്നിട്ട് വിജയ് മല്യ കൊണ്ടുവച്ച സ്വർണ്ണപ്പാളി, സ്വർണ്ണക്കട്ടിള ഇതൊക്കെ അടിച്ചു മാറ്റി. ആരൊക്കെ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റേ ദേവസ്വം ജോലിക്കാരും മുരാരി ബാബുവും പത്മകുമാറും വാസുവും ഒക്കെ കൂടി ചേർന്ന് അടിച്ചു മാറ്റി. അവരുടെ അവസ്ഥ എന്താ? അവർ അഴിയെണ്ണുകയാണ്. അതുകൊണ്ട് അയ്യപ്പനെ അങ്ങനെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അയ്യപ്പനെ വഞ്ചിക്കാമെന്നും അയ്യപ്പ സന്നിധിയിൽ പോയിട്ട് ഞാൻ പവിത്രനാണ്, ഞാൻ വലിയ മറ്റവനാണ് എന്നൊക്കെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ പണി കൊടുക്കും. അതാണ് വാസ്തവം. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. ഈ നിതിൻ ഈ കൊലപാതകത്തിന് എല്ലാ ഒത്താശയും ചെയ്ത് ആ സ്വർണം സന്ധ്യ എന്ന് പറയുന്ന 45കാരിയിൽ നിന്ന് വാങ്ങിയ ശേഷം ഇവൻ ഇരുമുടിക്കെട്ടും കെട്ടി അയ്യപ്പ സന്നിധിയിലേക്ക് പോയി. അയ്യപ്പൻ വെച്ച് ഉറപ്പിക്കും. അയ്യപ്പൻ ഇവനിട്ട് ഗംഭീര പണി തന്നെ കൊടുത്തു. ഇവൻ ഈ പോകുന്ന വഴിയിലൊക്കെ മൊബൈൽ ഫോണിലൂടെ സന്ധ്യയുടെ മകനെ വിളിക്കുന്നുണ്ടായിരുന്നു. പോലീസ് വന്നോ, ഫോറൻസിക് വന്നോ, എന്തായി അവിടുത്തെ അവസ്ഥ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ മകൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നതൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തോ കുഴപ്പമുണ്ട്. അപ്പോഴാണ് അയൽക്കാരനായ ഒരു സ്നേഹിതൻ, പോലീസിനോട് പറഞ്ഞു, ഈ അമ്മയ്ക്ക് ധാരാളം സ്വർണ്ണമുണ്ടായിരുന്നു, കഴുത്തിലും കാതിലും ഒക്കെ സ്വർണ്ണമുണ്ടായിരുന്നു, പക്ഷേ ഡെഡ് ബോഡിയിൽ സ്വർണ്ണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഈ സന്ധ്യ എന്താണ് പോലീസിനോട് പറഞ്ഞത്? നേരെ അമ്മ എങ്ങനെ ഇടിവെട്ടി വീഴുന്നത് പോലെ ഉരളിൻ്റെ പുറത്തോട്ട് വീണു, തലയിടിച്ചു, അങ്ങനെ അങ്ങനെ മരിച്ചു എന്നാണ് സന്ധ്യ പോലീസിന് മൊഴി നൽകിയത്. പോലീസും ആദ്യം അത് തന്നെ വിശ്വസിച്ചു. ചിലപ്പോൾ പ്രായമൊക്കെ ഇത്രയുമായില്ലേ, തലയിറങ്ങിയൊക്കെ വീഴാം, അങ്ങനെ വീണ് തലയിടിച്ച് മരിച്ചതാകാമെന്നൊക്കെ കരുതി. പക്ഷേ അയൽക്കാരൻ വന്നു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഈ അമ്മയുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല സാറേ എന്ന് പറഞ്ഞപ്പോൾ പോലീസിന് സംശയം. പിന്നെ സന്ധ്യയുടെ മകൻ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്നതിനപ്പോൾ സംശയം ഇരട്ടിച്ചു. മകനെ വിളിച്ച് പോലീസ് ചോദിച്ചു, ആരാണ് മോനെ നിന്റെ ഫോണിൽ ഇങ്ങനെ നിരന്തരം വിളിക്കുന്നത്? അത് നിതിൻ ചേട്ടനാണ്, അപ്പുറത്തുള്ള ആളാണ്, അയാളിങ്ങനെ പോലീസ് വന്നോ ഫോറൻസിക് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. പോലീസിന്റെ സംശയം ബലത്തു. ഇവൻ ഇങ്ങ് ശബരിമല സന്നിധാനത്ത് നിന്ന് പടിയിറങ്ങി വീട്ടിലെത്തിയില്ല. അതിനു മുന്നേ പോലീസ് പോക്കി അണ്ടർഗ്രൗണ്ടിലാക്കി. എന്നിട്ട് ചോദിച്ചു, സത്യം പറയടാന്ന് പറഞ്ഞു. ഇവൻ അയ്യോ സാറേ, അയ്യോ പോത്തോ, ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇവൻ്റെ മൊബൈൽ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു. പിന്നെ സന്ധ്യയെയും കസ്റ്റഡിയിലെടുത്തു. പറയൂ പെണ്ണുങ്ങളെ, നിങ്ങൾ എന്താണ് ചെയ്തത്?
ആദ്യമൊക്കെ അവളും എന്താണ് ഉടായ്പ് പറഞ്ഞു നിന്നു. എനിക്കൊന്നും അറിയില്ല, അമ്മ വീണതാണ് സാറേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പോലീസിനെ പറ്റിക്കാനൊക്കെ നോക്കി. പോലീസ് മൊബൈൽ ചാറ്റുകളൊക്കെ വെച്ച് ക്രോസ് ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുത്തു, നീ സ്വർണമൊക്കെ എടുത്തിട്ട് ഇവന് കൊടുത്തു, അതിൻ്റെ ഫോട്ടോയും ആധാരങ്ങളും ഒക്കെ ഈ ഫോണിനകത്തുണ്ട്. പിന്നെ നീയും ഇവനും തമ്മിൽ നിരന്തരം വിളിക്കാൻ, അയൽക്കാരനെ വിളിക്കാൻ, ഇവൻ്റെ മച്ചമ്പിയും മരുമകനും ഒന്നും അല്ലല്ലോ, നിരന്തരം വിളിക്കാൻ, പിന്നെ എന്താണ് വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ക്രോസ് വിസ്താരം നടത്തി. വിസ്താരമല്ല, ക്രോസായിട്ട് ചോദ്യം ചെയ്തപ്പോൾ സന്ധ്യ സത്യം തത്ത പറയുന്നത് പോലെ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ ശ്വാസം മുട്ടിച്ചും തലക്കടിച്ചും കൊന്നു, എന്നിട്ടാണ് പറമ്പിൽ കൊണ്ട് ഇട്ടത്. എന്തിനു വേണ്ടി? നിതിനെന്ന എൻ്റെ ജീവൻ്റെ ജീവൻ, എൻ്റെ പ്രാണൻ്റെ പ്രാണൻ, എൻ്റെ കരളിൻ്റെ കരൾ, എൻ്റെ കണ്ണിൻ്റെ കണ്ണ്, എൻ്റെ മൂക്കിൻ്റെ മൂക്കായ കാമുകൻ കടബാധ്യതയിലാണ്. അപ്പം ഈ സ്വന്തം ഭർത്താവ് പലതവണ ചോദിച്ചിട്ടുണ്ടാകും, ഇടി പെണ്ണുങ്ങളെ, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കാശൊക്കെ വേണം, അമ്മയോട് ആ വളയെന്ന് ചോദിച്ച് നോക്ക് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോഴെങ്കിലും സന്ധ്യ അനങ്ങിയില്ല, നീ പോവുക എന്ന് പറഞ്ഞു. പക്ഷെ കാമുകൻ ചോദിച്ചപ്പോൾ അമ്മയെ തല്ലിക്കൊന്ന് സ്വർണ്ണമെടുത്ത് കൊടുത്തു. സംഗതി രണ്ടെണ്ണവും ഇപ്പോൾ അഴിക്കുള്ളിലാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ പോക്ക്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലും ഇത്തരം വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള കാമുകന്മാർ. ഇനി അല്ലാത്ത കാമുകന്മാരുടെ കഥ പറയാതിരിക്കുന്നതാണ് ഭേദം.